എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുളത്തൂർ ഗിരീഷ് അഗ്നിഹോത്രി. ശ്രീമദ് ഭാഗവത കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഥ ത്രയോദശോധ്യായ. ധൃതരാഷ്ട്രരുടെ വാനപ്രസ്ഥം വർണ്ണിക്കുന്ന 13-ാം അധ്യായമാണ് ഈ വീഡിയോയിൽ. സൂതൻ പറഞ്ഞു, ഇക്കാലത്ത് തീർത്ഥയാത്രയിലായിരുന്ന വിദുരർ മൈത്രേയനിൽ നിന്നും ആത്മതത്വത്തെ ഗ്രഹിച്ച് കൃതകൃത്യനായി തീർന്നു. അനന്തരം അദ്ദേഹം ഹസ്തിനാപുരിയിലേക്ക് തിരിച്ചു വന്നു. മൈത്രേയനിൽ നിന്നും ഉപദേശം സിദ്ധിച്ച വിദുരർ കൃഷ്ണനിൽ ഏകാന്ത ഭക്തിയോടുകൂടിയവനായിത്തീർന്നു. ബന്ധുവായ അദ്ദേഹത്തെ കണ്ടിട്ട് ധർമ്മപുത്രർ, ധൃതരാഷ്ട്രർ, യുയുത്സു, സഞ്ജയൻ, കൃപർ, കുന്തി, ഗാന്ധാരി, സുഭദ്ര, പാഞ്ചാലി, ഉത്തര, കൃപി, പാണ്ഡവർ തുടങ്ങിയ സർവരും പ്രാണൻ തിരികെ ലഭിച്ചതുപോലെയുള്ള ആനന്ദത്തോടു കൂടിയവരായിത്തീർന്നു. അവർ അദ്ദേഹത്തെ എതിരേറ്റ് വിധി പോലെ പൂജിച്ചു. അനന്തരം വിരഹദുഃഖത്താൽ ആർത്തരായി കഴിയുകയായിരുന്ന അവർ അദ്ദേഹത്തെ യോഗ്യമായ ആസനാദികൾ നൽകി പൂജിച്ചു. ഭോജനാനന്തരം സുഖാസനത്തിൽ വിശ്രമിക്കുകയായിരുന്ന അദ്ദേഹത്തോട് ധർമാത്മാവായ യുധിഷ്ഠിരൻ എല്ലാവരും കേൾക്കെ ഇപ്രകാരം പറഞ്ഞു: അവിടുത്തെ ചിറകിൻ്റെ തണലിൽ വളർന്ന ഞങ്ങളെ അവിടുന്ന് ഓർക്കുന്നില്ലേ? അവിടുത്തെ സംരക്ഷണം കൊണ്ടാണല്ലോ ഞങ്ങളും മാതാവായ കുന്തിയും വിഷം, അഗ്നി മുതലായ ആപത്തുകളിൽ നിന്ന് മോചിതരായിത്തീർന്നത്. അവിടുന്ന് തീർത്ഥാടന കാലത്ത് എങ്ങനെയാണ് കഴിഞ്ഞത്? ഏതെല്ലാം തീർത്ഥങ്ങളും ക്ഷേത്രങ്ങളുമൊക്കെ സന്ദർശിച്ചു? അവിടുത്തെ പോലുള്ള ഭാഗവതോത്തമന്മാർ സ്വയമേ തന്നെ തീർത്ഥങ്ങളാണ്. നിങ്ങളെപ്പോലുള്ള പുണ്യാത്മാക്കൾ സുഹൃദയത്തിലെ ഹരിയെക്കൊണ്ട് തീർത്ഥങ്ങളെ പരിശുദ്ധമാക്കും. അല്ലയോ പിതാവേ, ശ്രീകൃഷ്ണനെ ദൈവമായി കരുതി ആരാധിക്കുന്നവരും നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ യാദവരെ കാണുകയോ അവരെക്കുറിച്ച് കേൾക്കുകയോ ഉണ്ടായോ? അവർ സ്വദേശത്ത് സുഖമായി കഴിയുകയല്ലേ? ഇത് കേട്ട വിദുരർ യദുകുലനാശം ഒഴികെയുള്ള മറ്റെല്ലാ കാര്യങ്ങളും ഒന്നൊഴിയാതെ താൻ അനുഭവിച്ചറിഞ്ഞ വിധത്തിൽ വിവരിച്ചു കൊടുത്തു. യദുകുലനാശത്തെക്കുറിച്ച് പറഞ്ഞില്ല. എന്തുകൊണ്ടെന്നാൽ മനുഷ്യർക്ക് സ്വാഭാവികമായി തന്നെ വന്നു ചേരുന്ന അനിഷ്ടങ്ങളൊന്നും കേട്ടാൽ ദുഃഖിക്കുന്നവരോട് കാരുണ്യമുള്ളവർ പറയാറില്ലല്ലോ. എല്ലാവർക്കും പ്രിയവും ജ്യേഷ്ഠ സഹോദരനായ ധൃതരാഷ്ട്രർക്ക് ശ്രേയസ്സും നൽകിക്കൊണ്ട് വിദുരർ കുറച്ചു കാലം ഹസ്തിനാപുരിയിൽ കഴിഞ്ഞു. പണ്ട് യമധർമ്മന് മാണ്ഡവ്യ മഹർഷിയിൽ നിന്നും ഒരു ശാപം ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് അദ്ദേഹം ശൂദ്രത്വത്തോടുകൂടിയ വിദുരരായി ഭവിച്ചു. ഇത്രയും കാലം യമധർമ്മൻ്റെ സ്ഥാനം വഹിച്ചത് ദ്വാദശ ആദിത്യന്മാരിൽ ഒരുവനായിരുന്ന ആര്യമാവായിരുന്നു. യുധിഷ്ഠിരൻ സഹോദരന്മാരുടെ സഹായത്തോടുകൂടി രാജ്യഭരണം നടത്തി വന്നു. ഇപ്രകാരം കുറേ കാലം കടന്നുപോയി. ഒരു നാൾ വിദുരർ ധൃതരാഷ്ട്രരെ സമീപിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ രാജാവേ, അവിടുന്ന് എത്രയും പെട്ടെന്ന് ഗൃഹം ഉപേക്ഷിച്ചു പോയാലും, അതായത് വാനപ്രസ്ഥം സ്വീകരിച്ചാലും, യാതൊരു പ്രതിവിധിയുമില്ലാത്ത കാലസ്വരൂപനായ ഈശ്വരൻ നമ്മെ സമീപിച്ചിരിക്കുന്നു. കാലഗ്രസ്തനായ ഒരുവന് പ്രിയ പ്രാണങ്ങളെ കൂടി വെടിയേണ്ടി വരുന്നു. അപ്പോൾ പിന്നെ ധനം മുതലായവയുടെ കാര്യം പറയേണ്ടതുണ്ടോ? അവിടുത്തേക്ക് പിതൃക്കൾ, സഹോദരന്മാർ, സുഹൃത്തുക്കൾ, പുത്രന്മാർ തുടങ്ങിയ സർവരെയും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ശരീരമാകട്ടെ ജരാബാധിതവുമായി തീർന്നിരിക്കുന്നു. അവിടുന്ന് വസിക്കുന്നതാകട്ടെ പരഗൃഹത്തിലും. ജീവിയുടെ ജീവിതാശ അഹോ ആശ്ചര്യം തന്നെ. അവിടുന്ന് ഭീമസേനൻ നൽകുന്ന ചോറുള്ള ഒരു ശ്വാവിനെ പോലെ ഭക്ഷിക്കുന്നു. അവിടുന്ന് പാണ്ഡവരെ തീയിട്ട് കൊല്ലാൻ ശ്രമിച്ചില്ലേ? വിഷം കൊടുത്തില്ലേ? പാണ്ഡവപത്നിയായ പാഞ്ചാലിയെ അപമാനിച്ചില്ലേ? എന്നിട്ടും അവിടുന്ന് ജീവൻ നിലനിർത്തുന്നതിനായി അഭിമാനം പണയം വെച്ച് ഇവിടെ കഴിയുന്നത് യോഗ്യമാണോ? ദൈന്യതയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഇവിടുത്തെ ഈ ശരീരം സ്വേച്ഛയ്ക്ക് വിരുദ്ധമായി ജരാ ബാധിച്ച് ക്ഷയിച്ചു തുടങ്ങിയിരിക്കുന്നു. വിരക്തനും ബന്ധമുക്തനുമായി ആരുമറിയാതെ പോയി നിഷ്പ്രയോജനമായ ഈ ദേഹത്തെ വെടിയുന്നവൻ തന്നെയാണ് ധീരനായിരിക്കുന്നത്. സ്വന്തം തീരുമാനപ്രകാരമോ അല്ലെങ്കിൽ അന്യോപദേശത്തെ അനുസരിച്ചോ ശ്രീഹരിയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് വിരക്തനായി സന്യാസം സ്വീകരിക്കുന്നവൻ നരോത്തമനാകുന്നു. ഇനി അവിടുന്ന് ആരോടും പറയാതെ ഗൃഹം വിട്ടിറങ്ങി വടക്കോട്ട് പോകൂ.
ഇനി വരാൻ പോകുന്ന കാലം ആർക്കും തന്നെ ഗുണകരമല്ല. ഇത് കേട്ട് വിരക്തനായി തീർന്ന ധൃതരാഷ്ട്രർ ഗൃഹം വിട്ടിറങ്ങി വിതുരർ കാണിച്ചു കൊടുത്ത മാർഗത്തിലൂടെ യാത്ര തുടർന്നു. ധർമ്മപത്നിയായ ഗാന്ധാരിയും അദ്ദേഹത്തെ പിന്തുടർന്നു. അജാതശത്രുവായ യുധിഷ്ഠിരൻ പ്രഭാതകൃത്യങ്ങൾ ചെയ്തു വന്നു നോക്കിയപ്പോൾ ഗാന്ധാരിയും പിതാക്കളെയും കണ്ടില്ല. അദ്ദേഹം അവിടെയിരിക്കുന്ന സഞ്ജയനോട് പരിഭ്രാന്തിയോടുകൂടി ചോദിച്ചു, അന്ധനും വൃദ്ധനുമായ നമ്മുടെ പിതാവ് എവിടെ? പുത്രദുഃഖം കൊണ്ട് ആർത്തയായ അമ്മ എവിടെ? ആത്മമിത്രമായ വിതുരർ എവിടെ? എന്നെ പാപിയായി കണക്കാക്കി ധൃതരാഷ്ട്രർ ഗാന്ധാരിയോടുകൂടി ഗംഗയിൽ ചാടി മരിച്ചു. പിതാവായ പാണ്ഡു മരിച്ചപ്പോൾ ശിശുക്കളായിരുന്ന ഞങ്ങളെയെല്ലാം ധൃതരാഷ്ട്രരും വിതുരരും വളരെ ക്ലേശിച്ച് രക്ഷിച്ചു. ഇപ്പോൾ അവർ എവിടെ പോയി? സൂതൻ പറഞ്ഞു, സ്വസ്വാമിയെ കാണാത്തതുമൂലമുള്ള ദുഃഖം കൊണ്ട് സഞ്ജയന് അല്പനേരത്തേക്കൊന്നും തന്നെ പറയുവാൻ കഴിഞ്ഞില്ല. അനന്തരം അദ്ദേഹം കൈകൾ കൊണ്ട് കണ്ണുനീർ തുടച്ച് ചിത്തത്തെ ഉറപ്പിച്ച് തൻ്റെ പ്രഭുവിൻ്റെ പാദങ്ങളെ സ്മരിച്ച് ഇപ്രകാരം പറഞ്ഞു, അല്ലയോ മഹാനുഭാവ, അവിടുത്തെ പിതാക്കന്മാരുടെയോ ഗാന്ധാരിയുടെയോ നിശ്ചയമെന്താണെന്ന് ഞാൻ അറിയുന്നില്ല. ആ പുണ്യാത്മാക്കൾ എന്നെ വഞ്ചിച്ചിരിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞപ്പോൾ നാരദമുനി പ്രിയമിത്രവും ഗന്ധർവശ്രേഷ്ഠനുമായ തുമ്പുരുവോടത്ത് അങ്ങോട്ട് വന്നു. യുധിഷ്ഠിരൻ സഹോദരന്മാരോടുകൂടി അവരെ പൂജിച്ചിരുത്തി ഇപ്രകാരം പറഞ്ഞു, അല്ലയോ മഹാമുനെ, പിതാക്കന്മാരുടെ നിശ്ചയമെന്താണെന്ന് ഞാൻ അറിയുന്നില്ല. പുത്രദുഃഖം കൊണ്ട് ആർത്തയായ മാതാവും എങ്ങോട്ട് പോയി? ഈ കരകാണാക്കടലിൽ നിന്ന് നാവികനെ പോലെ ഞങ്ങളെ രക്ഷിക്കുവാൻ ശക്തനായിട്ടുള്ളത് ഭഗവാൻ മാത്രമാണ്. ഇത് കേട്ട് നാരദമുനി ഇപ്രകാരം പറഞ്ഞു, മഹാരാജൻ, ഈ ലോകം ഈശ്വരന് അധീനമായാണ് വർത്തിക്കുന്നത്. അതുകൊണ്ട് ആരെക്കുറിച്ചോർത്തും ദുഃഖിക്കരുത്. അഷ്ടദിക്പാലകന്മാരോടുകൂടിയ ഈ ലോകം യാതൊരുവനാണോ അർപ്പിക്കുന്നത് ആ ജഗദീശ്വരൻ ജീവികളെ ഇണക്കിച്ചേർക്കുകയും വേർപിരിക്കുകയും ചെയ്യുന്നു. മൂക്കുകയറിട്ട കാളകളെ എപ്രകാരമാണോ ബന്ധനസ്ഥകളായി യജമാനനെ അനുവർത്തിക്കുന്നത്, അതുപോലെ വേദവചനമാകുന്ന പാശത്താൽ ബന്ധിതരായി കഴിയുന്ന മനുഷ്യർ ഈശ്വരേച്ഛയ്ക്കനുസരിച്ച് കഴിയുന്നു. ക്രീഡാസാമഗ്രികളുടെ സംയോഗ വിയോഗങ്ങൾ കളിക്കാരൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് വർത്തിക്കുന്നത് പോലെ ഈ ലോകത്ത് മനുഷ്യരുടെ സംയോഗ വിയോഗങ്ങളും ഈശ്വരേച്ഛ പോലെ തന്നെ സംഭവിക്കുന്നു. ഈ ലോകം നിത്യമാണെന്നോ അനിത്യമാണെന്നോ രണ്ടുമല്ലെന്നോ പറയാം. എങ്ങനെയായാലും മോഹജന്യമായ സ്നേഹത്തിന് കീഴടങ്ങി ദുഃഖിക്കേണ്ടതില്ല. അതുകൊണ്ട് ഭവാൻ പുത്രഹീനരും ദയാർഹരുമായ ധൃതരാഷ്ട്രാദികൾ എന്നെ കൂടാതെ എങ്ങനെ കഴിച്ചുകൂട്ടും എന്നുള്ള അജ്ഞാനജന്യമായ ദുഃഖം ഉപേക്ഷിക്കുക. പഞ്ചഭൂതാത്മകമായ ഈ ശരീരം കാലം, കർമ്മം, ഗുണം മുതലായവയ്ക്ക് അധീനമായി വർത്തിക്കുന്നതാണ്. സർപ്പഗ്രസ്തനായവന് അന്യനെ രക്ഷിക്കുവാൻ കഴിയാത്തതുപോലെ കാലസർപ്പത്തിൻ്റെ വായിലകപ്പെട്ട മനുഷ്യർക്ക് മറ്റുള്ളവരെ രക്ഷിക്കുവാൻ സാധ്യമല്ല. കൈകളുള്ളവ കൈകളില്ലാത്തവയെയും കാലുകളുള്ളവ കാലുകളില്ലാത്തവയെയും ശക്തൻ അശക്തനെയും ഭക്ഷണമാക്കുന്നു. ജീവികൾക്ക് ജീവൻ തന്നെയാണ് ഉപജീവനമായിത്തീരുന്നത്. അല്ലയോ രാജൻ, ഇതെല്ലാം പരമാത്മാവും സ്വയം ജ്യോതിസ്വരൂപനും സർവചരാചരങ്ങളുടെയും അകത്തും പുറത്തും വസിക്കുന്നവനും ഏകനുമായ ഭഗവാന്റെ മായാവിലാസം മാത്രമാണ് എന്നറിഞ്ഞാലും കാലസ്വരൂപനും ഭൂതാനുഗ്രഹതരനുമായ ഭഗവാൻ ദുഷ്ടനിഗ്രഹത്തിനായിക്കൊണ്ട് ഭൂമിയിൽ അവതരിച്ചു. ദേവകാര്യം സർവരും അദ്ദേഹം ചെയ്തു തീർത്തിരിക്കുന്നു. ഇനിയും എത്ര കാലം ഭഗവാൻ അവതാര രൂപത്തിൽ ഭൂമിയിൽ വർത്തിക്കുമോ അത്രയും കാലം വരെ നിങ്ങളും കാത്തിരിക്കുക. ധൃതരാഷ്ട്രർ സഹോദരനായ വിതുരനോടും പത്നിയായ ഗാന്ധാരിയോടും കൂടി ഹിമവാന്റെ തെക്കുള്ള മഹർഷിമാരുടെ ആശ്രമത്തിലേക്ക് പോയിരിക്കുന്നു. സപ്തർഷിമാരുടെ പ്രീതിക്കായി സ്വർഗംഗ 7 കൈവഴികളായി പിരിഞ്ഞൊഴുകിയ ദേശം സപ്തസ്രോതസ്സെന്ന് പ്രസിദ്ധമായിരിക്കുന്നു. അദ്ദേഹം അവിടെ വസിച്ച് ത്രിസന്ധികളിലും സ്നാനം ചെയ്ത് വിധിപ്രകാരമുള്ള ഹോമങ്ങൾ നടത്തി ജലം മാത്രം പാനം ചെയ്ത് ഏഷണകളെല്ലാം വെടിഞ്ഞ് ഏകാന്തചിത്തനായി കഴിയുകയാണ്. ഗുണദോഷങ്ങൾ അകന്നുപോയ അദ്ദേഹം
പ്രാണങ്ങളെയും ഇന്ദ്രിയങ്ങളെയും ജയിച്ച് ശ്രേഷ്ഠമായ ആസനത്തിൽ ഭഗവാൻ ഹരിയെയും ധ്യാനിച്ചിരിക്കുന്നു. ചിത്തത്തെ ബുദ്ധിയെ ക്ഷേത്രജ്ഞനിലും ലയിപ്പിച്ച് ഘടാകാശത്തെ നഭാകാശത്തിലെന്ന പോലെ സർവം ബ്രഹ്മത്തിൽ ലയിപ്പിച്ച് ത്രിഗുണങ്ങളെ ജയിച്ചെങ്കിലും ശേഷിക്കുന്ന വാസനകളോടുകൂടിയും നിരോധിക്കപ്പെട്ട ഇന്ദ്രിയങ്ങൾ, മനസ്സ് ഇവയോടുകൂടിയും നിരാഹാര വ്രതത്തോടുകൂടി നിശ്ചലനായിരിക്കുന്നു. അല്ലയോ മഹാരാജൻ, അവിടുന്ന് സർവകർമ്മങ്ങളും വെടിഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന് തടസ്സം വരുത്തരുതേ. അദ്ദേഹം ഇന്നേക്ക് 5-ാം നാൾ സ്വശരീരം വെടിയും. പിന്നെ അത് ഭസ്മമായി തീരുകയും ചെയ്യും. പർണശാലയോടുകൂടി പതിയുടെ ദേഹം അഗ്നിക്ക് ഭക്ഷണമാകുമ്പോൾ പതിവ്രതയായ ഗാന്ധാരിയും ഭർത്താവിനെ അഗ്നിയിൽ കൂടി അനുഗമിക്കും. അതിനുശേഷം വിതുരർ തീർത്ഥയാത്രയ്ക്കായി അവിടെ നിന്ന് യാത്ര തുടരും. നാരദ മഹർഷി ഇത്രയും പറഞ്ഞിട്ട് സുഹൃത്തായ തുമ്പുരുവോടുകൂടി സ്വർഗത്തിലേക്ക് പോയി. നാരദവചനം ശ്രവിച്ച യുധിഷ്ഠിരൻ ശോകം വിടിഞ്ഞു. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ നൈമിഷിയോപാഖ്യാനേ 13-ാധ്യായഃ. അങ്ങനെ 13-ാം അധ്യായം സമാപിച്ചു. 14-ാം അധ്യായം അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.